മലയാളത്തിൽ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള സന്തോഷ് ടി കുരുവിള പ്രൊഡ്യൂസർ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പോസ്റ്റ് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് സിനിമയുടെ കണക്കുകൾ പുറത്തുവിടുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് മനസ്സിലായി. ഈ പോസ്റ്റ് വായിച്ച് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, തുടക്കം വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കിത് കുറച്ച് സെൻസിബിൾ ആയിട്ടുള്ള, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നിട്ടുള്ളതും അദ്ദേഹം ഇൻ്റർവ്യൂസിൽ പറയുന്നതിലും ഒക്കെ സെൻസിബിൾ ആയിട്ടുള്ള കുറേ എലമെൻറ്റുകൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. 2, എതിർവ വന്നു കഴിഞ്ഞാൽ മാപ്പ് പറയിക്കുക അല്ലെങ്കിൽ പോസ്റ്റ് റിമൂവ് ചെയ്യിക്കുക എന്ന് പറയുന്ന ഒരു കലാപരിപാടി അവരുടെ ഭാഗത്ത് നിന്ന് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ആൻ്റണി പെരുമ്പാവൂരിൻ്റെ പോസ്റ്റ്, പുള്ളിയുടെ മാപ്പ് എന്നൊക്കെ പറയുന്ന പോലത്തെ കുറേ പരിപാടികൾ. അപ്പോൾ സന്തോഷ് ടി കുരുവിള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ പോസ്റ്റ് ഒന്ന് വായിക്കുകയാണ്, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. വെയ് രാജാ വെയ്, ഇതാണ് ടൈറ്റിൽ. 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4, 4 വെച്ചാൽ 16 ഇങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ മുച്ചിട്ട് കളിക്കോ മറ്റു വല്ല ചൂതാട്ടങ്ങൾക്കോ പോകണം. സിനിമാ നിർമ്മാണത്തിനും ഇതര സിനിമാ അനുബന്ധ ബിസിനസ്സുകൾക്കും ഇറങ്ങിത്തിരിക്കരുത് എന്നാണ് സിനിമാ വ്യവസായത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ വരുന്നവരോട് 1.5 ദശകത്തിലധികമായി ഈ രംഗത്ത് നിക്ഷേപം നടത്തുന്ന ഒരു വ്യവസായി എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ളത്. വെക്കുന്നത് മുഴുവൻ ലാഭം കിട്ടിയേ പറ്റൂ എന്നൊരു നിർബന്ധം നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുടക്കുന്നതിൻ്റെ ഇരട്ടി തിരിച്ചു കിട്ടിയേ പറ്റൂ എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾ വല്ല ചീട്ടുകളിക്കും പോകുന്നതാണ് നല്ലത്. സിനിമാ മേഖലയിൽ ലാഭനഷ്ട സാധ്യതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകളുടെ മാസ അവലോകന റിപ്പോർട്ടുകൾ, അത് വളരെ കോൺഫിഡൻഷ്യൽ സ്വഭാവത്തിലുള്ള കണക്കുകൾ പുറത്തിട്ട് അലക്കാൻ ഇവരെയൊക്കെ ആരേൽപ്പിച്ചു എന്നറിയില്ല. ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ ഒന്നാം തരം ഏഭ്യത്തരം. നമ്മളും ഇത് ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു സിനിമ എത്ര പൈസയ്ക്ക് ഉണ്ടാക്കി എന്നുള്ളതും അത് എത്ര തുകയാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് കിട്ടിയത് എന്നുള്ള കണക്കുകളാണ് ഇവർ പുറത്തുവിടുന്നത്. ആ കണക്കുകളിലൂടെയാണ് സിനിമ സിനിമ തകർന്ന് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മലയാള സിനിമ, ഇനി രക്ഷപ്പെടില്ല എന്നുള്ള രീതിയിലൊക്കെ ഇവർ പറയുന്നത്. അപ്പോൾ ഇത് കുറച്ച് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളൊരു സാധനമല്ലേ, ഇതൊക്കെ പുറത്തിടാൻ എന്ത് അവകാശമാണ് അവർക്കുള്ളത് എന്നുള്ളതാണ് ചോദ്യം. സ്റ്റേറ്റ് അനുവദിച്ച് ഏൽപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ബോഡിയാണ് ഈ കണക്കുകൾ പുറത്തുവിടുന്നതെങ്കിൽ അത് മനസ്സിലാക്കാം. ഈ മേഖലയെക്കുറിച്ച് തെറ്റായ ധാരണകൾ പരത്തുകയും സ്വന്തം ഉടലിലേക്ക് തന്നെ മാലിന്യം ഇടുകയും ചെയ്യുന്ന ഈ കുൽസിത പ്രവൃത്തി അടിയന്തരമായി ബന്ധപ്പെട്ടവർ അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ കണക്കുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വിടുന്നത് അവനവന് തന്നെ ആപത്താണ്. കാരണം സിനിമാ മേഖലയിലേക്ക് ഈ കൂടുതൽ ഇൻവെസ്റ്റേഴ്സ്, എന്താ പറയുക, നമ്മളിപ്പോൾ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ടൈറ്റിലിൽ ചിലപ്പോൾ ഒരാളെ കാണും, ചിലപ്പോൾ അദ്ദേഹം തന്നെ ആയിരിക്കും മുഴുവൻ പണം മുടക്കുന്നത്, ചിലപ്പോൾ വേറെയും ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവാം, അവരെ കൂടി കൺവിൻസ് ചെയ്തുകൊണ്ടായിരിക്കാം പ്രൊഡ്യൂസർ ടൈറ്റിലിൽ വരുന്ന ആൾ സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കുന്നത്. ചിലപ്പോൾ ആ പ്രൊഡ്യൂസറിന് അത്രയും ഉറപ്പുണ്ടാവും അയാളുടെ ടെക്നീഷ്യൻസിലും അയാൾ ചെയ്യാൻ പോകുന്ന കഥയിലും താരങ്ങളിലും ഒക്കെ. പക്ഷേ ഇതിങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരുന്ന ഇനി എവിടെ നിന്ന് വരും ഇൻവെസ്റ്റർ? മാത്രമല്ല ഇത് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞിട്ടും വീണ്ടും പടമെടുക്കാൻ ആൾക്കാർ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇത് മുഴുവൻ കൊള്ളപ്പണത്തിൻ്റെ എന്തോ പരിപാടിയാണ് എന്നുള്ള ഒരു ഇമേജ് ജനങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. പൊതുജനങ്ങളോട് പറയാനുള്ളത് ഇത്രയുമേ ഉള്ളൂ. സിനിമാ വ്യവസായം വളരെയധികം ക്ഷമയോടെയും അവധാനതയോടെയും ചെയ്യേണ്ട ഒന്നാണ്. കേവലമായ ഹൈ റിട്ടേൺസ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മാത്രമല്ല സിനിമാ നിർമ്മാണത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. ഞാൻ തന്നെ ഈ കാലഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുള്ള ചില ചിത്രങ്ങൾ വൻ വിജയങ്ങൾ തന്നിട്ടുണ്ട്. ശരാശരി വിജയം, ബ്രേക്ക് ഈവൻ മാത്രമായവ, സാമ്പത്തിക നേട്ടം ഒട്ടും തരാത്തത്, നഷ്ടമുണ്ടാക്കിയത്, അങ്ങനെ മിക്സഡ് ആണ് ഈ രംഗത്തെ പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, വലിയ വിജയം ഉണ്ടാകും, വലിയ പരാജയം ഉണ്ടാകും, ഇതിൻ്റെ ഇടയ്ക്കുള്ളതുണ്ടാകും, പലതും സംഭവിക്കും. വീണ്ടും പറയട്ടെ, വിനോദ വ്യവസായത്തിൽ ഇറക്കുന്ന നിക്ഷേപങ്ങൾ ഷോർട്ട് ടേം ഗോളോട് കൂടിയ ഒന്നല്ല, അതിന് വളരെ വലിയ ലോങ് ടേം ഗോളുകളുണ്ട്. എനിക്ക് അറിയാൻ കൂടുതൽ ആഗ്രഹമുള്ളൊരു കാര്യമാണ്. ഒരു സിനിമ അവർ ചെയ്തു, ആ സിനിമ തിയേറ്ററിൽ നിന്ന് കളക്ഷൻ കിട്ടുന്നു, OTT, ഡിജിറ്റൽ, മറ്റ് ഇപ്പോൾ സാറ്റലൈറ്റ്, ഓവർസീസ്, ഇതൊക്കെയാണ് അതിൻ്റെ കച്ചവട സാധ്യതകൾ എന്ന് പറയുന്നത്. അതൊക്കെ കൊടുത്തു, പാട്ടുകളുടെ വിൽപ്പനയും കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ലോങ് ടേം ഗോൾസ് എന്തൊക്കെയാണെന്ന് അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. ഈ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം ഇവിടെ ഉണ്ടാവും. ശരിയാണ്, നമുക്ക് എല്ലാവർക്കും എൻ്റർടൈൻഡ് ആവാനുള്ള, നമുക്ക് അങ്ങനെ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റ് ഇവിടെ ഉണ്ടാവണം. വരുന്ന പ്രൊഡക്റ്റുകൾക്കും കണ്ടൻറ്റുകൾക്കും സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാവും, പക്ഷേ അത് തുടരുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ഈ രംഗത്ത് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണം. ഈ വ്യവസായത്തെ ഗൗരവതരമായി സമീപിക്കുക, മാറ്റങ്ങളെ ഉൾക്കൊള്ളുക എന്നത് മാത്രമാണ്. ചുറ്റും കണ്ണോടിച്ചാൽ അല്ലെങ്കിൽ ഓരോരുത്തരും ആസ്വദിക്കുന്ന ഷോപ്പിംഗ് അനുഭവങ്ങൾ അല്ലെങ്കിൽ കണ്ടന്റുകളുടെ ഒരു സാഗരം നമ്മുടെ മുൻപിലുണ്ടായത് പുതിയ നിക്ഷേപം കൊണ്ടും ആശയങ്ങൾ കൊണ്ടുമാണ്. അവിടെയാണ് മാമനും മരുമോനും കൂടി ഈരിഴത്തോർത്തിൽ പരൽമീനിനെ പിടിക്കുന്ന കളികളുമായി നടക്കുന്നത്. അല്ലെങ്കിൽ അതാണ് ഇന്നത്തെ കളി എന്ന് പറയുന്നത്. അത്രമേൽ അബദ്ധജടിലമായ വരട്ടു തത്വവാദ പ്രക്രിയയാണ് ഈ കണക്ക് പുറത്തുവിടൽ പണി. അതായത് അവർ കുറച്ച് കൂട്ടുകാർ കൂടിയിട്ട് ഇതാണ് പരിപാടി, ഇതിങ്ങനെ നടക്കുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ പാടുള്ളൂ എന്നൊക്കെ പറയുന്നത് അതിനൊരു വിമർശിച്ചതാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ പറയുന്ന കുറേ വാക്കുകൾ, സിനിമയിലെ ഡയലോഗുകളും അബദ്ധജടിലമായ വരട്ടു തത്വവാദ പ്രക്രിയ എന്നൊക്കെ പറയുമ്പോൾ നല്ല രസമുണ്ട് വായിക്കാൻ. ഈ പ്രൊഡ്യൂസേഴ്സൊക്കെ ശരിക്കും ഇവർക്ക് സിനിമയിൽ ഡയലോഗ് എഴുതിക്കൂടെ? ആൻ്റണി പെരുമ്പാവൂരിൻ്റെ പോസ്റ്റ് അന്ന് വായിച്ചപ്പോഴും നമ്മളിങ്ങനെ ആലോചിച്ചാണ്, നല്ല രസമായിട്ട് എഴുതുന്നുണ്ടല്ലോ എന്ന്. പുതിയ ഇൻവെസ്റ്റേഴ്സിനെ ആവശ്യമാണ്, പുതിയ ആശയങ്ങളെ ആവശ്യമാണ്, അതിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പലതരം കാര്യങ്ങൾ ഇവിടെ ആവശ്യമാണ്. അപ്പോഴാണ് ഇവിടെ ഇത്രയും മതി, ഇങ്ങനെ പാടുള്ളൂ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനെ ഒരു പാരഗ്രാഫിൽ വളരെ മനോഹരമായി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇത് പണിയാണ്. ഞാനും അപ്പനും ചേർന്നുള്ള ട്രസ്റ്റ് മാത്രം ഇവിടെ മതി എന്നുള്ള റിഗ്രസീവായ ഒരു തോട്ടാണിത്.
ഈ രംഗത്തേക്ക് എത്തുന്ന വിഷനുള്ള സംരംഭകരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നത് മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യം. പരിണിത ഫലമോ ഈ രംഗത്തെ സ്വപ്നം കണ്ട് ആശ്രയിച്ച് നിൽക്കുന്ന ഒരു വലിയ വിഭാഗം യുവജനതയെ, തൊഴിലാളികളെ മുച്ചൂടും നശിപ്പിക്കുക എന്നത് തന്നെയാണ്. കാരണം ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രം ഇവിടെ പണിയെടുത്താൽ മതി, ബാക്കി ആർക്കും വലിയ ലാഭമൊന്നും കിട്ടണ്ട, അല്ലെങ്കിൽ ബാക്കി ആരും ഇങ്ങോട്ട് കടന്നു വരണ്ട എന്ന ചിന്തപ്പുറത്ത് നടത്തുന്നൊരു പരിപാടിയാണ് ഈ കണക്ക് പുറത്തുവിടൽ. അതിലൂടെ പുതിയ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ പേടിപ്പിച്ച് പറഞ്ഞയക്കുക. പക്ഷെ അങ്ങനെ പറഞ്ഞയക്കുമ്പോൾ സംഭവിക്കുന്നത് പുതിയ കുറേ സിനിമകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറയുന്നു. യുവാക്കളായിട്ടുള്ള താരങ്ങൾ, ഇവരിൽ എത്ര പേര് യുവതാരങ്ങൾ വെച്ച് സിനിമ എടുക്കും? റേറ്റ് കുറച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും സൂപ്പർ താരങ്ങളുടെ പുറകെ പോകുള്ളൂ. അല്ലെങ്കിൽ സൂപ്പർ താരങ്ങളുടെ റേറ്റ് കുറപ്പിച്ചിട്ട് അവർ വെച്ച് സിനിമ എടുക്കണമെന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകളാണ്. അങ്ങനെയല്ല, ചിലവ് കുറഞ്ഞ് നല്ല സിനിമകൾ എടുക്കണം എന്നാണെങ്കിൽ പുതിയ ആളുകളെ കണ്ടെത്തി ഇവർ സിനിമ ചെയ്യണ്ടേ? അത് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ സിനിമ നിർമ്മാണ സാധ്യതകളെല്ലാം മൊത്തത്തിൽ അടച്ചുപൂട്ടി ഇതിലേക്ക് പുതിയ ഇൻവെസ്റ്റേഴ്സിനെയും കൊണ്ടുവരാതെ ഇവിടെ ഇതിനെ വിശ്വസിച്ച് നിൽക്കുന്ന ആളുകളെ നശിപ്പിക്കുന്നത് പോലത്തെ ഒരു പരിപാടിയാണിത്. ഈ കണക്കുവിടൽ കലാപരിപാടികൾക്കെതിരെ ആദ്യം രംഗത്തെത്തേണ്ടത് ഈ സംസ്ഥാനത്തെ യുവജന സംഘടനകൾ തന്നെയാണ്. പിന്നീട് തൊഴിലാളി സംഘടനകൾ, സർക്കാർ ഒക്കെയാണ്. വെടക്കാക്കി തനിക്കാക്കുന്ന ഇത്തരം പരിപാടിയൊക്കെ അവസാനിപ്പിച്ചില്ലെങ്കിൽ സിനിമാ നിർമ്മാണം നിലയ്ക്കുക തന്നെ ചെയ്യും. ഒരു കാര്യം സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും: എല്ലാ കച്ചവടവും ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. അത് മുറുക്കാൻകട നടത്തിയാലും തട്ടുകട നടത്തിയാലും വൻകിട വ്യവസായങ്ങൾ നടത്തിയാലും ഉണ്ടാവും. സംരംഭകത്വം ഒരു വൈദഗ്ധ്യമാണ്, അത് എല്ലാവർക്കും സാധ്യവുമല്ല. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഈ ഡയലോഗിൽ പരിപാടി മുഴുവൻ കഴിഞ്ഞു. അതായത് ഒരു ബിസിനസ് തുടങ്ങുക, അല്ലെങ്കിൽ പണം മുടക്കി അതിൽ നിന്ന് ലാഭം കണ്ടെത്തുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന പണിയല്ല. ചില ആളുകൾ ജോലി ചെയ്യാൻ മാത്രം ട്രെയിൻഡ് ആയിട്ടുള്ളവരാണ്, അവർ ആ പണിയെടുക്കുന്നതാണ് നല്ലത്. ചില ആളുകൾക്ക് ഇതുപോലെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന മേഖല എന്താണ്, അതിനെക്കുറിച്ച് പഠിക്കണം, ലാഭനഷ്ട സാധ്യതകളും അവിടുത്തെ പുതിയ ട്രെൻഡും ഒക്കെ മനസ്സിലാക്കി ഞാനിത് ചെയ്യണം എന്ന് ചിന്തിച്ച് പൈസ മുടക്കാൻ പറ്റുന്നത് കുറച്ച് ആളുകൾക്ക് സംഭവം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് അവർ ചെയ്താൽ മതി. അല്ലാത്തവർക്കും ചെയ്യാൻ കേട്ടോ, അവകാശമൊക്കെ ഉണ്ട്. പക്ഷേ നഷ്ടം വന്നിട്ട് കരയരുത്, അല്ലെങ്കിൽ പഠിക്കാൻ തയ്യാറാണോ. കേവലമായ ലാഭത്തിൻ്റെ ഭാഷ മാത്രമല്ലത്, അതൊരു പാഷനാണ്. മിടുക്കുള്ളവർ ഈ രംഗത്ത് അതിജീവിക്കും. ചിലർ വിജയിച്ച് നിൽക്കുമ്പോൾ തന്നെ രംഗം വിടും. അതൊക്കെ ഓരോ സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും വിഷൻ അനുസരിച്ചാവും. ഈ മേഖല അവിടേക്ക് എത്തുന്ന നിക്ഷേപങ്ങൾ, അവസരങ്ങളുടെ വലിയ സാധ്യത തുറന്നിടുന്നുണ്ട്. അതറിയാതെ പോവരുത്. പാമ്പുകൾ പടം പൊഴിക്കുമ്പോൾ പാമ്പുകൾ കരഞ്ഞുകൊള്ളും, പാമ്പാട്ടികൾ കരയേണ്ടതില്ല. മാറ്റമില്ലാത്തത് എന്തിനാണ്? സിനിമകൾ മാറട്ടെ, നിക്ഷേപ സാധ്യതകളും മാറട്ടെ, ഈ രംഗം മാനം മുട്ടെ വളരട്ടെ. ചില്ലുമേടയിലിരുന്ന് കല്ലെറിയരുത്. എനിക്കിഷ്ടപ്പെട്ടു. ചില ആൾക്കാർ വന്ന് ഒരുപാട് ഹിറ്റ് ഉണ്ടാക്കും. ചിലപ്പോൾ കുറച്ച് ഹിറ്റ് ഉണ്ടാക്കിയിട്ട് അവർ പണി നിർത്തി പോകുമായിരിക്കും. അതൊക്കെ അവർ എത്ര കാലം സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കണം, എത്ര സിനിമകൾ ചെയ്യണം, അല്ലെങ്കിൽ ഏത് തരം സിനിമകൾ ഉണ്ടാവണം, എത്ര ലാഭം ഉണ്ടാക്കണം, ഇതൊക്കെ ഓരോരുത്തരുടെ ചിന്തകൾക്കനുസരിച്ച് മാറും. അപ്പോൾ അതനുസരിച്ച് അവർ സിനിമകൾ ചെയ്യും. ഇതൊരു പാഷനായി കണ്ട് മുന്നിട്ടിറങ്ങുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകൾ ഇവിടെ ഉണ്ടാവും. അതിനെയും കൂടി മുടക്കുന്ന പരിപാടിയാണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ഡയറക്റ്റ് പറച്ചിൽ തന്നെയാണ് ഈ പോസ്റ്റിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. പാമ്പുകൾ പടം പൊഴിക്കുമ്പോൾ പാമ്പുകൾ കരഞ്ഞുകൊള്ളും, പാമ്പാട്ടികൾ കരയേണ്ടതില്ല. അതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇതിൽ പാമ്പ് ഏത് പാമ്പാട്ടി ഏത് എന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം പറയാം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്താണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതണേ. അതായത് പാമ്പുകൾ എന്ന് പറയുന്നത് പടം എടുക്കുന്ന ആളുകളാണ്. പടം എടുക്കുക എന്ന് പറയുന്നത് പടം പൊഴിക്കുന്നത് പോലെ ഒരു കാര്യം. ഇപ്പോൾ പടം പൊളിഞ്ഞു പോകുമ്പോൾ പാമ്പാണല്ലോ കരയേണ്ടത്, പ്രൊഡ്യൂസറാണല്ലോ കരയേണ്ടത്. പാമ്പാട്ടികൾ എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സിൻ്റെ അവിടെ പാമ്പിൻ്റെ പണിയൊന്നും എടുക്കാതെ വെറുതെ ഊതിക്കൊണ്ടിരിക്കുന്ന ആളുകൾ കരയേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ അസോസിയേഷനെയാണോ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ പോസ്റ്റ് കൊള്ളാം. കുറച്ച് ചിന്തിക്കാനും കുറച്ച് നേരം ആലോചിക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്. പാമ്പ് പടം പൊഴിക്കുമ്പോൾ പാമ്പ് കരഞ്ഞോളും, പാമ്പാട്ടി കരയേണ്ടതില്ലെന്ന്. അതിൽ വന്നൊരു വൻ കമൻറ്റാണ്. VR ബിനു എന്ന അദ്ദേഹമാണ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സിനിമ സമൂഹത്തിന് ഒരാവശ്യവുമില്ല. സിനിമ ഇപ്പോൾ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നത് താരജാഠകളും വെറും അത്യാഡംബരങ്ങളുമാണ്. സിനിമ സമൂഹത്തിന് ആവശ്യമില്ല. എന്നിട്ട് പുള്ളി പ്രൊഡ്യൂസറിൻ്റെ പോസ്റ്റിൽ പോയി കമൻറ്റ് ഇട്ടിരിക്കുക. എന്തായാലും വീണ്ടും കണക്കുകൾ പുറത്തുവിടുന്ന പരിപാടി സിനിമയ്ക്ക് അത്ര പോസിറ്റീവായ ഒരു ഗുണമല്ല ഉണ്ടാക്കുക എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം അതാണ്. ആ അഭിപ്രായത്തിന് യാതൊരു മാറ്റവും ഇല്ലാതെ തന്നെ തുടരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.